ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന കട്ടാഗസ്തി 2 പടത്തിനെ കുറിച്ചുള്ള വീഡിയോ അല്ല. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായ കട്ടാഗുസ്തി 1, അതായത് 2022 ഇറങ്ങിയ മൂവിയുടെ സ്റ്റോറി. കുറേ പേര് ആ മൂവി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടിട്ട് ഇറങ്ങാൻ പോകുന്ന മൂവി കാണാൻ പോവുക. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ മൂവിയാണ്. എന്തുകൊണ്ട്? ഒന്ന്, ഇത് വുമൺ ഓറിയൻറ്റഡ് മൂവിയാണ്, അതുകൊണ്ട് മാത്രം വ്യത്യസ്തമാവില്ല. സെക്കൻഡ്, ഇതൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് മൂവിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ദങ്കൽ പോലെ മറ്റേ നാഷണൽ അവാർഡ് വാങ്ങാൻ പോണ മൂവി ആയിരിക്കും, അല്ലെങ്കിൽ വുമൺ എങ്ങനെ നാഷണൽ അവാർഡ് വാങ്ങിച്ചു എന്നായിരിക്കും. അങ്ങനെയോ അല്ല. ഈ മൂവിയുടെ ക്ലൈമാക്സിൽ തന്നെ ഹസ്ബൻഡും വൈഫും കൂടെ ഗുസ്തി ചെയ്യാൻ പോകുന്ന രീതിയിലാണ് അവർ മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. 4, നമ്മൾ വിചാരിക്കും ഓക്കെ, ചിലപ്പോൾ ഹസ്ബൻഡും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ വുമൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി കുറേ കഷ്ടപ്പെടുകയും ക്ലൈമാക്സിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയല്ല. ഇതിൽ ഹസ്ബൻഡ് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് വുമണാണ്. ഈവൻ ഇൻ്റർവൽ ബ്ലോക്ക് ആയാലും ഇൻട്രൊഡക്ഷൻ ആയാലും ക്ലൈമാക്സിലായാലും വുമണുള്ള ഫൈറ്റ് സീൻസ് ഉണ്ട്. ഈ രീതിയിലെല്ലാമാണ് ഇത് വ്യത്യസ്തമാവുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സ്റ്റോറിയിലോട്ട് കടക്കാം. സ്റ്റോറി ഈ മൂവിയിൽ 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. ഒന്ന്, ഹീറോ വിഷ്ണു വിശാൽ. രണ്ടാമത് ഹീറോയിൻ ഐശ്വര്യ ലക്ഷ്മി. മൂന്നാമത് ഹീറോയിൻ്റെ മാമൻ കരുണാസ്. ഇവർ 3 പേരാണ് 3 മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഹീറോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ തെങ്ങിൻ്റെ മറ്റേ തോപ്പൊക്കെ ഉള്ള ഒരാൾ, കുറേ വാഴക്കൃഷിയൊക്കെ ഉള്ള ഒരാൾ നമ്മൾ ഈ പൊള്ളാച്ചി വഴിയൊക്കെ പോകുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പെണ്ണ് നോക്കുകയാണ്. അപ്പോൾ ഹീറോയിന് ഭയങ്കര ഡിമാൻഡാണ്, നല്ല നീളമുള്ള മുടി വേണം, പെൺകുട്ടി തന്നെക്കാളും കുറവ് പഠിച്ചിട്ടുണ്ടാവണം എന്നൊക്കെയാണ്. പക്ഷേ ഹീറോ പഠിച്ചിരിക്കുന്നതോ ജസ്റ്റ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഹീറോ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഹീറോയിന് തമിഴ്നാട് മൊത്തം നോക്കും, കോയമ്പത്തൂർ ആ ഭാഗത്ത് മൊത്തം നോക്കും, പെണ്ണ് കിട്ടുകയില്ല. അപ്പോൾ അവർ നേരെ പാലക്കാട് വന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിയും, തമിഴ് പെൺകുട്ടി ഉണ്ടെന്ന് അറിയും, അവിടെ നിന്ന് കല്യാണം കഴിക്കും. അപ്പോൾ ആ കുട്ടിയാണ് ഐശ്വര്യ ലക്ഷ്മി. അവൾ പൊതുവെ ചെറുപ്പം മുതലേ അതായത് ഗുസ്തി പ്രാക്ടീസ് ചെയ്ത് കുറേ അവാർഡൊക്കെ വാങ്ങിച്ച കുട്ടിയാണ്. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ ഡിമാൻഡ് കാരണം താനൊന്നും പഠിച്ചിട്ടില്ല, ഭയങ്കര ഇൻട്രോവേർട്ടാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് വിടും. അതിനുശേഷം ഈ ഹീറോയിന് മുമ്പ് കുറേ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഹീറോ കുറേ ദാനധർമ്മം ചെയ്യുന്ന പോലെ പണം വെറുതെ കൊടുക്കുകയും കുറേ ഉടായ്പ കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ദിവസം ചുമ്മാ ഒരു അമ്പലത്തേക്ക് ഡൊണേഷൻ കൊടുക്കുന്ന പോലെ ഒരു 1 ലക്ഷം രൂപ എടുത്ത് ഹീറോ അമ്പലത്തിലോട്ട് കൊടുക്കും. അപ്പോൾ അമ്പലത്തിൽ ഡൊണേഷൻ വാങ്ങിച്ച ആളും നിങ്ങളാണ് മെയിൻ ആൾ, അമ്പലത്തിലെ പരിപാടിക്ക് വരണം പറഞ്ഞിട്ട് ഹീറോനെ വിളിക്കും. അങ്ങനെ ഈ അമ്പല പരിപാടിക്ക് പോകുമ്പോഴാണ് ഈ ഹീറോയിനെതിരായ വില്ലൻ, ഈ ഹീറോയിന് കാരണം ഒരു മില്ലൊക്കെ അടച്ച് പൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെതിരായിട്ട് വില്ലൻ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ആ അമ്പലത്തിലോട്ട് വരും. ആ അമ്പലത്തിൽ വെച്ചിട്ട് ഫസ്റ്റ് ഹീറോ ഫൈറ്റ് ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഹീറോനെ അവർ വില്ലന്മാരും എല്ലാം കൂടി പിടിക്കുമ്പോൾ ലാസ്റ്റ് ഒരു രക്ഷയുമില്ലാതെ സ്വയം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഐശ്വര്യ ലക്ഷ്മി തന്നെ കളത്തിലിറങ്ങും. എന്നിട്ട് ഭയങ്കര ബിൽഡപ്പ് ഫൈറ്റൊക്കെയാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയാൽ ഫൈറ്റ് സീൻസ് മാത്രം കാണാം. നല്ല കിടിലം ഫൈറ്റ് സീനൊക്കെയാണ് ഇൻ്റർവെൽ. നമുക്ക് ഒരു കോരിത്തരി, ഒരു ഗൂസ്ബം മൂവ്മെൻ്റ് ഒക്കെയാണ് ആ ഫൈറ്റ് സീന് വരിക. പക്ഷേ ഈ ഫൈറ്റ് സീനിന് ശേഷം പൊതുവേ ഹീറോൻ്റെ മാമൻ കരുണാസിന് ഗേൾസിന് കുറേ പ്രാധാന്യം കൊടുക്കുന്നത് ഇഷ്ടമല്ല. സ്വന്തം ഭാര്യനെ പോലും ജസ്റ്റ് വേലക്കാരിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാര്യയെ ഭർത്താവിനെ രക്ഷിച്ചു എന്നൊക്കെ പുറത്തൊക്കെ 4 പേർ അറിഞ്ഞതും അവർക്ക് ഒരേ മറ്റേ അപമാനം പോലെയൊക്കെ ആയി, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെയായി. അപ്പോൾ മാമൻ വന്ന് ചോദിക്കും, നീ ഇങ്ങനെയാണോ മറ്റേ ഫൈറ്റ് ചെയ്യുക, നിനക്കൊരു ഇതൊന്നും ഇല്ലേ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഹീറോയും പറയും, എൻ്റെ ഒരു പെണ്ണിനെ പോലെ നടക്കുന്നതിനേക്കാളും എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് ഇമ്പോർട്ടൻറ്റ്, ഹസ്ബൻഡിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുമ്പോൾ എന്ത് പറ്റും, ഹീറോയിനെ അറിയാതെ ഹീറോയിൻ്റെ മാമനെ തല്ലും. അപ്പോൾ ഇവർ 2 പേര് തല്ലിയതറിഞ്ഞതും ഹീറോയിനും പിരിയും. എന്നിട്ട് ഹീറോയിൻ സ്വന്തം നാട്ടിലോട്ട് പോകും. അപ്പോൾ ഇവന് ഭയങ്കര ഈഗോ അടിച്ചിട്ട് എന്ത് തീരുമാനിക്കും, എന്നാൽ ശരി അവൾക്ക് അത്ര ഈഗോ ആണോ, ഞാൻ എന്നാൽ ഹീറോയിനെ തോൽപ്പിച്ചിട്ടേ വരുള്ളൂ പറഞ്ഞിട്ട് ഇവനും നാട്ടിലോട്ട് പോയിട്ട് അവിടെയുള്ള ടൂർണമെൻറ്റിൽ കട്ടാഗുസ്തി ടൂർണമെൻറ്റ് നടക്കുന്ന അവിടെ ഹീറോ ഒരു ടൂർണമെൻറ്റ് അറേഞ്ച് ചെയ്യും. അതായത് ഞാൻ ആരോടെയും ഫൈറ്റ് ചെയ്യില്ല, എനിക്ക് എൻ്റെ ഭാര്യൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്കണം, ഞാൻ എൻ്റെ ഭാര്യനേക്കാളും ഭയങ്കര ശക്തിയുള്ള ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇതിനുവേണ്ടി ഇവൻ അവിടെ പോയിട്ടുള്ള ഒരു ലോക്കൽ ആളത് പ്രാക്ടീസിന് പോവും, ഗുസ്തിക്ക് പോവും. അതായത് ഹീറോയും 10-20 വർഷം പഠിച്ചത് ഇവൻ 1 മാസം കൊണ്ട് പഠിച്ചിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവൻ അവിടെ ഭയങ്കര കോമഡിയൊക്കെയാണ്. ഇവൻ ഒരേ സാധനം തന്നെ ഇങ്ങനെ ചെയ്യും, അത് കഷ്ടപ്പെട്ട് ഒരേ മറ്റേ സിഗ്നൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ഒരേ മറ്റേ ഐറ്റംസ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് എന്താവും, ഇവന് പതുക്കെ ഒരു ഗേൾസിന് ഇമ്പോർട്ടൻ്റ് മനസ്സിലാവും. അതായത് ആ പെൺകുട്ടി മറ്റേ ഇതിലൊരു ഡയലോഗ് പറയും, അതായത് വേറെ രാജ്യത്തൊക്കെ നമ്മൾ വേറെ ടീമിനോട് പൊരുതിയിട്ടാണ് ജയിക്കുക, പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് നമ്മൾ ആദ്യം ഒരു ഫാമിലിയോട് പൊരുതണം, അതിൽ ജയിച്ചിട്ട് വേണം വേറെ ടീമിനോട് ജയിക്കാനുണ്ട്. കരുണാസിൻ്റെ ഭാര്യ നന്നായി പഠിച്ചൊരു പെൺകുട്ടി തന്നെ ആയിരിക്കും. ആ ഭാര്യയുടെ അച്ഛനും കരുണാസിന് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അത്ര പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കെട്ടിച്ചും കൊടുക്കുക. ഇവന് പതുക്കെയാണ് മനസ്സിലാവുക ഒരു ഗേൾസിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെയാണ്, ഒരു ഗേൾസിന് ഇത്രയൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എല്ലാം ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാ കഴിവുമുണ്ട്, എല്ലാം ചെയ്യണമെന്നൊരു ഇതും കിട്ടും.
ലാസ്റ്റ് ഹീറോ നല്ലവനായിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് കോച്ചിങ് കൊടുക്കുന്ന കോച്ച് ഒരു വില്ലൻ, അയാളാണ് മെയിൻ വില്ലൻ, ഇതിൽ ലാസ്റ്റ് വില്ലനായിട്ട് മാറുക. അപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഒരു പിടിവാശിയാണ്. ഈ ഐശ്വര്യലക്ഷ്മി പ്രഗ്നൻ്റ് ആയതുപോലെ മറച്ചു വെച്ചിട്ട് ലാസ്റ്റ് അവളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എത്തിക്കും. ഈ ഹീറോ നല്ലവനായിട്ട് ഐശ്വര്യലക്ഷ്മി അടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴും വില്ലൻ സംസാരിക്കാൻ വിടില്ല. ലാസ്റ്റ് രണ്ടുപേരും കൂടെ ഗോദാ കളത്തിൽ ഇറങ്ങുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മയങ്ങി വീണ ശേഷം പറയും, അപ്പോൾ പിന്നെ ഇവനോട് പറയും, ശരി നിൻ്റെ ഭാര്യയല്ലേ പോയത്, വേറൊരു പെൺകുട്ടിയോട് ഫൈറ്റ് ചെയ്യുമെന്ന് പറയും. ഇവൻ പറയും, ഞാൻ അറിയാതൊരു പൊട്ടത്തരം ചെയ്തു ഭാര്യയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പൊട്ടത്തരത്തിന് മനസ്സിലാക്കിയത് പൊട്ടത്തരം തന്നെയാണെന്ന്. അവൻ പറയും, ഞാൻ ആരോടും ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അവൻ പറയും, റൂൾസാണ്, നീ ഫൈറ്റ് ചെയ്ത് നിൻ്റെ ഭാര്യനെ കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവൻ പറയും, ശരി ഞാൻ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വലിയ കോച്ചൊക്കെ അല്ലേ, നിന്നോട് തന്നെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ ആ കോച്ചിനോട് ഫൈറ്റ് ചെയ്ത് ജയിക്കുകയും ചെയ്യും. ലാസ്റ്റ് ഇവൻ സ്വയം മനസ്സിലാക്കുകയും ചെയ്യും, അവൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് ചേരും. ഇതാണ് ആ സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി വരാൻ പോകുന്ന ഘട്ടാഗസ്തി വെള്ളിയാഴ്ച ഇറങ്ങുന്നത്. ഇവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന കുട്ടിയും ഇവരെങ്ങനെ മാരീഡ് ലൈഫ് ജീവിക്കുന്നു, ഇതൊക്കെയാണ് ഘട്ടാഗസ്തി പാർട്ട് 2 നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഫ്രൈഡേ സിനിമ കണ്ട ശേഷം അടുത്ത റിവ്യൂയിലോട്ട് കാണാം. ബൈ.